വസ്തുതകൾ അറിയാതെയാണ് ഈ കാര്യത്തിൽ അത്തരത്തിലുള്ള വിമർശനങ്ങൾ വരുന്നത്. കോടതിയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേസുണ്ടായി. LDF സർക്കാർ നിയമിച്ച അവർ നാമനിർദ്ദേശം ചെയ്ത വഖഫ് ബോർഡാണ്. ആ വഖഫ് ബോർഡ് സംബന്ധിച്ച് വിവിധ തരത്തിലുള്ള പോരായ്മകൾ, ഇറഗുലാരിറ്റീസ്, അതായത് നിങ്ങൾക്കറിയാം വഖഫ് ബോർഡിലേക്ക് ഓരോ മേഖലയിൽ നിന്നാണ് ആളുകൾ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നത്. ഇസ്ലാമിക് സ്കോളർ, മുത്തവല്ലി, ഇങ്ങനെ ഗവൺമെൻറ്റിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി, ഇങ്ങനെ വ്യത്യസ്ത കോട്ടകളിൽ നിന്നാണ് നാമനിർദ്ദേശം ചെയ്യുന്നത്. ആ കോട്ടകളൊക്കെ തെറ്റിച്ചാണ് കഴിഞ്ഞ ഗവൺമെൻറ് നാമനിർദ്ദേശം ചെയ്തത്. അപ്പോൾ അതിൽ അങ്ങനെയുള്ള പോരായ്മകൾ ആ നാമനിർദ്ദേശത്തിനുണ്ട്. അപ്പോൾ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അതിൽ ഈ പറഞ്ഞ പോലെ നോൺ മുസ്ലിം പ്രാതിനിധ്യം പുതിയ വഖഫ് ഭേദഗതി ബില്ലിൻ്റെ അടിസ്ഥാനത്തിൽ അത് വെച്ചില്ല എന്നൊക്കെ പറഞ്ഞ് 4 ഹർജികളാണ് വന്നത്. ആ കേസും വഖഫ് ബോർഡിനെതിരെ 4 കേസുകൾ വന്നു, വ്യത്യസ്ത കാര്യങ്ങൾ. ഒന്ന് ഈ പറഞ്ഞ പോലെ ഷോൺ ജോർജിൻ്റെ കേസ്, മറ്റൊന്ന് ഷിയ കമ്മ്യൂണിറ്റി അവർക്ക് പ്രാതിനിധ്യം കിട്ടിയില്ല എന്ന് പറഞ്ഞു, വേറെ ഒന്ന് ബോറ കമ്മ്യൂണിറ്റി അവർക്ക് പ്രാതിനിധ്യം കിട്ടിയില്ല, പിന്നെ മറ്റൊരു പൊതു താൽപ്പര്യ ഹർജി. ഗവൺമെൻറ് ഇതിൽ എവിടെയും കക്ഷി ചേർന്നിട്ടില്ല. അങ്ങനെ ഒരു കേസ് വന്നു. ആ കേസിൻ്റെ ഭാഗമായി AG എന്താ പറഞ്ഞത്, ഈ 4 പെറ്റീഷനും ഡിസ്മിസ് ചെയ്യണം. അതവിടെ റെക്കോർഡ്സിൽ നോക്കൂ. 4 പെറ്റീഷനും ഡിസ്മിസ് ചെയ്യണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾ ഇതിന് അനുകൂലമാണെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ പറയുന്നത് പോലെ ഒത്തുകളിക്കുകയാണെങ്കിൽ, നേതാവിന്റെ ഹർജിയിൽ ഇത്ര നിലപാടെടുക്കുമ്പോൾ അത് BJP നേതാവ് കോടതി ജയിച്ചു എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കാൻ ഇടയാക്കും. അതാണ് പല BJP നേതാവ് കൊണ്ടുവന്ന കേസിൽ ഞങ്ങളത് ഡിസ്മിസ് ചെയ്യാനാണ് പറഞ്ഞത്. അതിന്റെ ആവശ്യത്തോട് ഞങ്ങൾ പ്രതികരിച്ചിട്ടില്ല. കാരണം സുപ്രീം കോടതിയിൽ കേസുണ്ട്. അതിനെ ഏറ്റവും ചുരുങ്ങിയത് അത് നമ്മൾ സുപ്രീം കോടതി വിധി വരുന്നെങ്കിലും ഈ 2 പേരെ നോൺ മുസ്ലിം ഉൾപ്പെടുത്തുന്ന കാര്യം ഒബ്ജക്ഷൻ അങ്ങനെ പറഞ്ഞില്ല എന്നുള്ളത്. അല്ല, അതിന് ഞങ്ങൾ അനുകൂലിച്ചിട്ടില്ലല്ലോ. ഞങ്ങൾ ആ കേസിൽ, ഞങ്ങൾ സത്യത്തിൽ ഈ കേസുമായിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ലല്ലോ. നിലവിലുള്ള ബോർഡ് വാലിഡ് ആയിട്ടല്ല നോമിനേറ്റ് ചെയ്തത് എന്ന് പറഞ്ഞാണല്ലോ കേസ് വന്നത്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റാണ് അതൊക്കെ വാലിഡ് ആക്കേണ്ടത്. കോടതി എന്താണോ പറയുന്നത് അതിനനുസരിച്ച് നിലപാട് സ്വീകരിക്കും. ഹർജി തള്ളണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് സുപ്രീം കോടതി തെറ്റായി പോയി എന്നാണ് പറഞ്ഞത്. ഈ പറഞ്ഞതുപോലെ 2 അമുസ്ലിം അംഗങ്ങൾ ഉൾപ്പെടുത്താൻ കാരണമാകുമെന്നാണ് പറഞ്ഞത്. അല്ല, ഈ 2 അമുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്തിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വഖഫ് നിയമ ഭേദഗതിയാണ്. അത് പാർലമെന്റ് ഓൾറെഡി പാസ്സാക്കിയ നിയമമാണ്. പക്ഷേ അതിനോടുള്ള വിയോജിപ്പിൽ, കാരണം അതിനെതിരെ കേസുണ്ട്, കേസ് തീർപ്പായിട്ടില്ല, നിയമം പാസ്സായി, കേസുണ്ട്. ആ കേസിൽ ചില കാര്യങ്ങൾ സ്ട്രക്ക് ഓഫ് ചെയ്തു, എന്നാൽ ഈ കാര്യം സ്ട്രക്ക് ഓഫ് ചെയ്തിട്ടില്ല. ചില കാര്യങ്ങൾ സെക്ഷൻ 14 നടപ്പാക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹർജി തള്ളണമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ സർക്കാർ കോടതി അറിയിച്ചിരിക്കുന്നത് സെക്ഷൻ 14 പ്രകാരമുള്ള മാൻഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടപ്പാക്കാന്നാണ്. ആ മാൻഡേറ്റിലെ കോടതി പറയും പോലെ ചെയ്യാം എന്ന് പറഞ്ഞാൽ കോടതി പറയട്ടെ. കോടതിയല്ലേ തീരുമാനം എടുക്കേണ്ടത്. ഞങ്ങൾ ഈ നോൺ മുസ്ലിം റെപ്രസെന്റേഷനെ കുറിച്ച് ഞങ്ങൾ അവിടെ AGO ഞങ്ങളോ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ എല്ലാവർക്കും ബോധ്യമാണ്. ചില ആളുകൾ അത് ബോധ്യപ്പെട്ടില്ല എന്ന് നടിക്കുകയാണ്. ഞങ്ങൾക്ക് അങ്ങനെ പണ്ഡിതന്മാർക്കോ മതസംഘടനകൾക്കോ ന്യായമായ പരാതി ഉണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ നിലപാട് ഞങ്ങൾ അവരെ ബോധ്യപ്പെടും. എന്നെയും കുറെ കുട്ടികൾ വിളിക്കുന്നുണ്ട്. തീരുമാനം എടുത്തില്ല. നമ്മളിങ്ങനെ അധ്യയന ദിവസങ്ങളെ കുറയുമ്പോൾ അതൊരു പ്രയാസമാണ്. പിന്നെ അതിന് പകരം ഡേ കോമ്പൻസേറ്റ് ചെയ്യേണ്ടിയൊക്കെ വരും. രാത്രി 3 മണി വരെ കളി തീരുകയാണ്. രാവിലെ കുട്ടികൾ വന്നാലും ക്ലാസ്സിൽ ഉറങ്ങി തൂങ്ങി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവും എന്നാണ് പറയുന്നത്. പല സ്വകാര്യ സ്കൂളുകളും അവധി കൊടുത്തിട്ടുമുണ്ട്. ഇവിടെയൊക്കെ ആ കാര്യത്തിൽ തീരുമാനം പറയാൻ കഴിയില്ല. പല വിധത്തിലുള്ള ആവശ്യങ്ങൾ ഇതേപോലെ ഞാൻ വരുമ്പോൾ നിരന്തരം ഫോൺ വന്നുകൊണ്ടിരിക്കുകയാണ്. ഫൈനൽ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ പരമ്പരാഗതമായി ഒരു ബ്രസീലിനെ ഫോളോ ചെയ്യുന്ന ആളാണ്.
പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിലും ഈ വേൾഡ് കപ്പിലും വളരെ മോശം പ്രകടനമായി എന്നേ ഉള്ളൂ. മറ്റൊന്ന് ഈ